ഞാൻ ഇന്നിവിടെ ഒരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 200 ഗ്രാം ഇഞ്ചി എടുത്തു. അത് നൈസായിട്ട് അരിഞ്ഞ് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ച് അതിലൊരു 100 വെളിച്ചെണ്ണ കണക്കാക്കി ഒഴിച്ചു. അതിലോട്ട് നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. ഒരു ചുമക്ക വറുത്തതിന് ശേഷം അത് പകർന്ന് വെച്ചിട്ട് നമുക്കത് ഒന്ന് പൊടിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് 2 പച്ചമുളകും ശകലം തേങ്ങ കൊത്തും കൂടിയിട്ട് ഒന്ന് നല്ല ചുമക്ക വറുത്തെടുക്കണം. എടുത്തതിന് ശേഷം കുറച്ച് എണ്ണ എടുക്കാവൂ. അതിലോട്ട് കടുകും പൊട്ടിച്ച് 1 സ്പൂൺ മുളക് പൊടി എടുത്ത് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ് കുറേശ്ശെ നമുക്കതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി അടുക്ക് പിടിക്കാതെ ഇളക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ശകലം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിലോട്ട് ശർക്കര ചീകി വെച്ചത് കുറച്ചിടുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശർക്കര ഇട്ടാൽ മതി. എല്ലാവർക്കും ഒന്നും മധുരം ഇഷ്ടമായിരിക്കത്തില്ല. ശർക്കര ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഇച്ചിരി ഉലുവ പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും പച്ചമുളകും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് ഒരു അര സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി തിള വന്നതിന് ശേഷം പൊടിച്ച് വെച്ച ഇഞ്ചി അത് നമുക്ക് അതിലിട്ട് ഇളക്കി നല്ല മിക്സ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.